ഹലോ മക്കളെ, എക്സാമിനറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് നമ്മുടെ ആപ്പിൽ എന്തൊക്കെ കിട്ടാമെന്നുള്ള കാര്യം ഞാൻ അവിടെ കാണിച്ചു തരാം. വെറുതെ നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനെ ഇതുണ്ടെന്നൊക്കെ പറയാം. അതൊക്കെ ആക്ച്വലി എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. April 17 ഫ്രൈഡേ ആണ് നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് നമ്മൾ തുടങ്ങൂട്ടോ. അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് April 17 ആണ്. ജോയിൻ ചെയ്തിൽ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് റെഡി ആയിരുന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മെല്ലെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഫുൾ സെറ്റ് ഗൈഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പുതിയ വേർഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടാതെ എന്തൊക്കെയാണ് ആപ്പിൽ ക്ലാസ്സസ് ആയിട്ട് കിട്ടാമെന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വൺസ് നിങ്ങൾ എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് തരും. ആപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഹോം പേജ് കാണാൻ പറ്റുക. അപ്പോൾ ഹോം പേജിൽ എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലിപ്പോൾ ഞാൻ ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ് ഞാൻ കാണിച്ചു തരാം. ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററും ഞാനായിരിക്കും എടുക്കുക. ഫിസിക്സിലെ ഒരു ചാപ്റ്റർ, ഇപ്പോൾ 7 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിലേക്ക് ഉള്ളത്. 7 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാം. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ 3 ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ടോപ്പിക് വൈസ് ക്ലാസ്സസ് കാണാൻ പറ്റും, ക്വസ്റ്റ്യൻസ് കോർണർന്ന് കാണാൻ പറ്റും, പിന്നെ റിസോഴ്സസ് എന്ന് കാണാൻ പറ്റും. ടോപ്പിക് വൈസ് ക്ലാസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ടോപ്പിക് വൈസ് ആയിട്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അരിച്ചു പേർക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. അപ്പോൾ അത് ടോപ്പിക് വൈസ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ടോപ്പിക്കായിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മൊത്തത്തിൽ എന്തൊക്കെയാണുള്ളത് എന്ന് മാത്രമല്ല, പിന്നീട് നിങ്ങൾ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ക്ലാസ് എടുത്ത് കാണുമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതാണ് ടോപ്പിക്ക് മറന്നു പോയത് അത് മാത്രം എടുത്ത് കണ്ടാൽ മതിയാവും നിങ്ങൾക്ക്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാം, സൗണ്ട് വേവ്സ്, ഓസിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പിന്നെ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എല്ലാം മലയാളം എഴുതുന്നുണ്ട്. ഇവിടെ പേര് കൊടുത്തപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊടുത്തുന്നുള്ളൂ. ക്ലാസ് 2 ഉണ്ട്. ഫോസ്റ്റ് വൈബ്രേഷൻ, വേവ്സ്, അങ്ങനെ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും 9 ടോപ്പിക്സ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലെ മേ ബി ഒരു 3rd ക്ലാസ്സിൽ ഞാൻ പോവാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2x ഇടാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, സ്കിപ്പ് ചെയ്യരുത്, കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പൊക്കെ ചെയ്ത് പോസൊക്കെ ചെയ്ത് കംപ്ലീറ്റ് കാര്യം ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം കാര്യം കവർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് വൈസ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അതിന് നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ നോട്ട്സ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് വേണം നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്യാം. അതൊക്കെ സേവ് ചെയ്ത് വെക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിലൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഈ നോട്ട്സിൽ ഉണ്ടാവുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ ബാക്കോട്ട് വരികയാണെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ് ഇതിൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു. പക്ഷെ അത് മാത്രം പോരാ. നിങ്ങൾക്ക് പരീക്ഷയിൽ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി പരീക്ഷയിൽ വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് മാത്രം മതിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് കോർണർ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ കോർണറിൽ എല്ലാ ചാപ്റ്ററിലും എല്ലാ സബ്ജക്റ്റിലും 3 സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഈ ചാപ്റ്റർ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ ലെറ്റസ് അസസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ചോദ്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ പബ്ലിക് എക്സാം നോക്കുകയാണെങ്കിൽ പല ചോദ്യങ്ങളും അതിന് ഡയറക്റ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അതിൽ ഒരു ചേഞ്ച് പോലും വരുത്താതെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ചോദ്യങ്ങളും ആ ടീച്ചർ ചെയ്യുന്ന പോലെ PDF തരികയല്ല ചെയ്യുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്തു തരും, ആ ടീച്ചർ തന്നെ ചെയ്തു തരും. ഇപ്പോൾ ഞാനാണ് പഠിപ്പിക്കുന്നത്, ഞാൻ തന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ലെറ്റേഴ്സസ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന രീതിയിൽ കണ്ടോ, ഫുൾ സാധനം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ചോദ്യവും കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് കണ്ടാൽ മതി, അതിൽ ഫുൾ പഠിപ്പിച്ചു തരും. മാത്രമല്ല അവിടെ നിന്ന് വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇത് ഇങ്ങനെയും ചോദിച്ചാൽ എങ്ങനെയാണ് വരിക എന്നുള്ള എല്ലാ ടൈപ്പ് കാര്യങ്ങളും നമ്മളവിടെ കവർ ചെയ്യും. അപ്പോൾ ആ വെറുതെ ആ ചോദ്യം ബ്ലൈൻഡ്ലി പഠിപ്പിച്ച് വിടുകയല്ല, മൊത്തം സാധനം നമ്മൾ എന്ത് ചെയ്ത് അവിടെ കവർ ചെയ്ത് തരും. അതാണ് ഇതിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. ഇതുകൂടാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റസസ് നമ്മൾ ബാക്ക് അടിച്ച് പോയിട്ട് നോക്കുകയാണെങ്കിൽ സൗണ്ട് വേവ്സ് PYQ. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് PYQ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താണ്, പുതിയ സിലബസ് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് വന്നത്. നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ വർഷമാണ് പുതിയ സിലബസ് വന്നത്. അപ്പോൾ ആ വർഷത്തെ 2025-26 കംപ്ലീറ്റ് PYQ എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം 4 സെറ്റ് PYQ കിട്ടുന്നുണ്ട്. ഓണം എക്സാം ഉണ്ട്, ക്രിസ്മസ് എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്. ഇത്രയും കാര്യങ്ങളുടെ PYQ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. 47 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാ PYQ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഫുള്ള് ഞാൻ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, മാർച്ച് 2026 ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ആക്ച്വൽ പബ്ലിക് എക്സാം എന്താ വന്നതെന്ന് കിട്ടും. ആ ലെവല് നിങ്ങൾക്ക് മനസ്സിലാവും. പല ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഒരു രീതിയിൽ പഠിക്കും, പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ വേറെ രീതിയിൽ ട്വിസ്റ്റൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലാസ് മാത്രം പഠിച്ച് ചോദിക്കുക കുട്ടിക്ക് ചിലപ്പോൾ എന്താണ് ഉത്തരം പറയാൻ പറ്റാത്ത ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ ആക്ച്വലി നിങ്ങൾ പോയി ഇതും കൂടി ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും ഉത്തരം പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. മനസ്സിലേ? അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് മൊത്തം ചെയ്യണം. അടുത്ത ചോദ്യം ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ് മാർച്ചിലെ മാത്രമല്ല, പബ്ലിക് എക്സാം മാത്രമല്ല, മോഡൽ എക്സാമിൻ്റെയും എല്ലാത്തിനെയും നമ്മൾ അതിൽ ചെയ്യുന്നതായിരിക്കും. മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ അവിടെ സെറ്റായി. ഇതും കൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ SCERT ഒഫീഷ്യലി തന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഒരു നല്ല 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഓരോ സബ്ജക്റ്റിനും. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, പല ചോദ്യങ്ങളും നിങ്ങൾ പബ്ലിക് എക്സാമിൽ കാണാൻ പോകുന്നതൊക്കെ ഈ ഒരു
ടൈപ്പ് ചോദ്യങ്ങളോ അല്ല ഇതേ ചോദ്യങ്ങളോ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിലെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിയും ഒക്കെ, എല്ലാ 3 സെറ്റിലെയും ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് അവിടെ കവർ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ കിട്ടാൻ പോകുന്നത്. ഇതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ബാക്ക് അടിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ റിസോഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ്, വർക്ക് ഷീറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളും ഈ ക്വസ്റ്റ്യൻ കോർണറിലെ ക്വസ്റ്റ്യൻസും ചെയ്താൽ തന്നെ നിങ്ങളുടെ എല്ലാ A+ കിട്ടാൻ വേണ്ടി എല്ലാ കാര്യം അവിടെ ഫുൾ പ്രൂഫാണ്. വേറെ അതിലൊരു ലൂപ്പ് ഹോൾ പോലും ഉണ്ടാവില്ല. ഓക്കെ, ഒരു കാരണവശാലും A+ മിസ്സാകാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ. മാത്രമല്ല നിങ്ങൾക്ക് എക്സ്ട്രാ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഗൈഡ് തരുന്നുണ്ട്. അതിൽ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിൻറ്റഡ് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും ആപ്പ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബുക്കിലെടുത്തിട്ട് നോക്കി മറിച്ച് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ അതിലുണ്ട്. കൂടാതെ ക്വസ്റ്റ്യൻ ബാങ്കും കിട്ടുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ, ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. ഇതിൻ്റെ ഒരു പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതിലുള്ള കാര്യങ്ങൾ പകുതിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ A+ ഒക്കെ പുഷ്പം പോലെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ആ ലെവലിലാണ് നമ്മൾ കണ്ടന്റ് തരുന്നത്. ഇത് ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഈ രീതിയിലായിരിക്കും കണ്ടന്റ് ഉണ്ടാവുക. അത്ര ഹൈ ക്വാളിറ്റി കാര്യമാണ്. അപ്പോൾ SSLCയിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട. എല്ലാം എക്സാമിനറിലുണ്ട്, എല്ലാ ലക്ഷ്യ ബാച്ചിലുണ്ട്. അഡ്മിഷൻ എടുത്തില്ല, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ. April 17 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അടിച്ച് പൊളിച്ച് നമുക്ക് പഠിക്കാം ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.